ആരോടും ആലോചിക്കാതെ പ്രത്യേക ദൂതനെ ഡൽഹിയിലേക്ക് വിമാനത്തിലയച്ച് PM ശ്രീ ഫയലിൽ ഒപ്പുവെപ്പിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നേമത്ത് തോറ്റു തൊപ്പിയിട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെയും പാർട്ടിക്കും അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കും അന്നില്ലാതിരുന്ന ബുദ്ധി ഇപ്പോ എവിടെ നിന്നോ മുളച്ചിരിക്കുന്നു. CPIക്കും അവരുടെ പോഷക വിദ്യാർത്ഥി യുവജന സംഘടനകളായ AISFും AIYFും 10 കൊല്ലത്തിന് ശേഷം PM ശ്രീക്കെതിരെ സമരവുമായി നിരത്തിലിറങ്ങി ചെളിവെള്ളത്തിൽ കുളിച്ച് മേലാകെ ചൊറിഞ്ഞു വീർത്ത് മൂലയിൽ ഒതുങ്ങിയ കഥ ഇപ്പോ നാട്ടിലെങ്ങും പാട്ടായി കഴിഞ്ഞു. CPI നേതാക്കന്മാർക്ക് ആർക്കും തോന്നാത്ത കാഞ്ഞ ബുദ്ധിയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയത്. മുഖ്യമന്ത്രിയായിരുന്ന 10 കൊല്ലവും മൂപ്പർക്ക് നാക്കുണ്ടോ എന്ന് മാധ്യമപ്പടകൾക്ക് പോലും സംശയം തോന്നിയിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായത്തിൽ കയറിയതോടെ അതുവരെ AKG സെന്ററിലെ ലോക്കറിൽ പൂട്ടിവെച്ചിരുന്ന നാവെടുത്ത് വിറ്റ് ചെയ്താണ് പിണറായി വിജയന്റെ നിയമസഭയിലെ ശക്തമായ നാവാട്ടമെന്നും പറയാതെ വയ്യ. CPIയുടെ വിദ്യാർത്ഥി യുവജന നേതാക്കൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുമോ എന്ന ആശങ്കയിലാണിപ്പോ പ്രതിപക്ഷ നേതാവ്. റോഡിലെ കുഴിയിൽ നിന്നും ശേഖരിച്ച വെള്ളവുമായി നിയമനിർമ്മാണ സഭയിലെത്തി CPIയുടെ കുട്ടികളെ സതീശൻ സർക്കാർ മലിനജലത്തിൽ കുളിപ്പിച്ചെന്നും ആ സമരക്കാരെല്ലാം സ്വയം ചൊറിഞ്ഞൊരു പരുവമായെന്നും ഇതൊക്കെ പറയുമ്പോൾ തനിക്കും അടിമുടി ചൊറിഞ്ഞു കയറുന്നുണ്ടെന്നും പിണറായി പറയുന്നത് കേട്ടതോടെ സഭയിലിരുന്ന CPI MLA-മാരായ അനിലും രാജനും പ്രസാദിനും വരെ രോമാഞ്ചമുണ്ടായെന്നാണ് പിന്നാമ്പുറ വാർത്തകൾ. CPIയുടെ കുട്ടി സഖാക്കൾക്ക് വേണ്ടി വാതുറന്നൊരു അക്ഷരം മിണ്ടാത്ത CPI നേതാക്കൾ സാക്ഷാൽ പിണറായി പ്രതിപക്ഷ നേതാവിനെ കണ്ടുപഠിക്കണം. പഴകിയ വെള്ളം കിടന്ന ടാങ്കറിനുള്ളിൽ കൂത്താടി വെച്ചുവരികയിട്ടുണ്ടോ എന്ന് സാമ്പിൾ പരിശോധന കഴിയുമ്പോൾ പറയാമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. വാട്ടർ അതോറിറ്റിയുടെ തുരുമ്പെടുത്ത ടാങ്കിലെ കലക്കവെള്ളം ടാങ്കറിൽ നിറച്ച് ജലപീരങ്കി വഴി അടിച്ച പോലീസ് കുട്ടി സഖാക്കളുടെ കുപ്പായ കളർ പോലും മാറ്റിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ലോ. CPM-ന്റെ കുട്ടി സഖാക്കളും PM ശ്രീയുടെ പേരിൽ സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയത് കണ്ട ഒറ്റ മൈനയ്ക്ക് പോലും ചിരി അടക്കാൻ കഴിയുന്നില്ല. മോദി സർക്കാരിന്റെ PM ശ്രീയിൽ ഒപ്പുവെച്ച ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായപ്പോഴാണ് PM ശ്രീ ഒരു വൊല്ലാപ്പാണെന്ന് തിരിച്ചറിഞ്ഞത്. 10 കൊല്ലം അലക്കിത്തേച്ച കുപ്പായമിട്ട് ഇൻസ്റ്റയിലും ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും FB-യിലും തലകുമ്പിട്ട് കിടന്ന കുട്ടി സഖാക്കളെല്ലാം ഇപ്പോ സടകുടഞ്ഞെഴുന്നേറ്റ് PM ശ്രീക്കെതിരെ സമരത്തിലാണ്. ഇതൊക്കെ കാണുന്ന മാലോകർ ഇതെല്ലാം കണ്ട് ഊറിച്ചിരിക്കുകയാണ്. വീട്ടിലെ കാർന്നോർക്ക് അടുപ്പിലും ആകാമല്ലോ എന്നാണല്ലോ ചൊല്ല്.